ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയായിട്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. മുളകരച്ച് ചെയ്യുന്ന ഒരു ബീഫ് വരട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിത് 1 കിലോ ബീഫ് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവ, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, ചെറിയുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനിതൊരു കുക്കറിലോട്ട് കട്ട് ചെയ്ത് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. ഇത് അടുപ്പത്ത് വേവിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി വലിയുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതാ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ജീരകം, ഉപ്പ്. ഇതിൽ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ അരച്ച് വെച്ച മുളക്. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു 5-6 വിസിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 5-6 വിസിലൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രേ പണിയുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബീഫ് റെസിപ്പിയാണ്. ആർക്കെങ്കിലും അറിയാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.